ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയാബീൻ കറി റെഡിയാക്കാം. ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും നമ്മുടെ അപ്പത്തിനൊക്കെ നല്ല കോമ്പിനേഷനാണ്. കറക്റ്റ് മീറ്റിൻ്റെ ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതിലേക്ക് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ട് പൊട്ടിക്കാം. ഇത് നല്ല ജീരകമാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ചിലർക്ക് ഇപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അതിന് പകരമായിട്ട് പെരുംജീരകമോ കടുകോ യൂസ് ചെയ്തോളൂ. ഈ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഈ മസാലയുടെ കൂടെ ഒരു തേജ്പത്ത ഒരു ഇല കിട്ടത്തില്ലേ, ആ ഒരു ഇല ഇട്ടിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറുവപ്പട്ട, അത് ഒരു ഒരു ഫിംഗർ നീളത്തിലൊക്കെയുള്ള കറുവപ്പട്ട എടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടുതലൊരു 3 ഏലക്കായും. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇത് മൂത്ത് പൊട്ടി നല്ലൊരു സ്മെല്ല് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നുറുക്കിയതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നുറുക്കിയതും ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ആണെങ്കിൽ രണ്ടും കൂടെ 1 ടേബിൾ സ്പൂൺ പേസ്റ്റ് ചേർത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 2 സവാളയാണ്. 2 സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നീളത്തിൽ അരിഞ്ഞാണ്. ഈ സവാളയും ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നല്ലതായിട്ട് മൂത്ത് ഒരു ചെറിയ ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയെടുക്കണം. അങ്ങനെ വഴറ്റിയതിന് ശേഷം നമുക്കിത് അരച്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് തണുക്കുന്നവരെ നമുക്കൊരു പ്ലേറ്റിലേക്ക്, ഒരു പരന്ന പ്ലേറ്റിലേക്ക് ഇട്ട് തണുക്കുന്നവരെ മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഇത് നന്നായി അരച്ചെടുക്കണം കേട്ടോ. ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത് കേട്ടോ, ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്തോളൂ. ഇത് ഞാനിപ്പം 1 കപ്പ്, ഒരു 100 ഗ്രാമോളം വരുന്ന ഈ സോയാബീൻ ഞാൻ എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിൽ തിളപ്പിച്ച് തണുത്ത വെള്ളത്തിലിട്ട് കഴുകി ആ വെള്ളം എല്ലാം പിഴിഞ്ഞ് കളഞ്ഞിട്ടുള്ളതാണ്. അത് ഇതിലേക്കിട്ട് ഈ എണ്ണയിലേക്കിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇങ്ങനെ വഴറ്റുമ്പോഴല്ലോ ഇതിൻ്റെ ആ ഒരു പച്ച ചുവ അങ്ങ് മാറും. പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ കറക്റ്റ് നമ്മൾ മീറ്റിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതിപ്പോൾ ഒന്ന് മൂപ്പിച്ചൊന്ന് കളറൊക്കെ മാറി വരുന്നവരെ മൂപ്പിച്ചതിന് ശേഷം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് ഒരു അരമുറി സവാള, ഇതൊരു വലിയ സവാളയാണ്, നിങ്ങളുടെ കയ്യിൽ ചെറിയ സവാളയാണെങ്കിൽ ഒരെണ്ണം മുഴുവൻ ചേർത്തോളൂ. ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 2 പച്ചമുളക് കുനുകുനാ അരിഞ്ഞതും ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സവാളയും പച്ചമുളകും ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഒരു തക്കാളി കുനുകുനാ അരിഞ്ഞത് അതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴണ്ട് തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്ന പരുവാകുമ്പം നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും സവാളയും വെളുത്തുള്ളി എല്ലാം കൂടെ നമ്മൾ അരച്ച് വെച്ചില്ലേ, മസാലയെല്ലാം കൂടെ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അധികം നേരം വഴറ്റണം എന്നില്ല, കാരണം ഈ സവാളയെല്ലാം വെന്തതാണല്ലോ ഓൾറെഡി. നമ്മൾ അരച്ച പേസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിക്കുന്നവരെ. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതുണ്ടല്ലോ, ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് മൂത്തിട്ടുണ്ട്. ഈ സവാളയെല്ലാം ഉടഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. പൊടികൾക്കൊന്നും പച്ചമണം ഉണ്ടാകാൻ പാടില്ല. നന്നായിട്ടൊന്ന് വഴണ്ട് അതെല്ലാം നല്ലതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇതിപ്പം പൊടികളെല്ലാം അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ആ ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ സവാളയും മസാലയെല്ലാം കൂടെ നമ്മൾ അരച്ചില്ലേ, ആ വെള്ളം എടുത്ത് ഞാനിതിലേക്ക് ഒഴിക്കുകയാണ്. വീണ്ടും നമ്മളുടെ ഗ്രേവിക്ക്, കറിയുടെ ഗ്രേവിക്ക് എത്രയും ചാറ് വേണം എന്നുള്ളതനുസരിച്ച് നിങ്ങളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പം നല്ല കുറുകിയ കറിയാണ് വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. കാരണം കുറേയൊക്കെ വെള്ളം ഈ സോയാബീൻ അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് അതുകൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ നമ്മളിപ്പം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ഒന്ന് ചൂടായാൽ മതി. അതിലേക്ക് നമ്മൾ ഈ ജസ്റ്റ് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന സോയാബീൻ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുമ്പായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ സവാള വഴറ്റുന്ന സമയത്തൊക്കെ ഉപ്പ് ചേർത്തവരാണെങ്കിൽ അത് നോക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒത്തിരി ആയാൽ ഭയങ്കര ഉപ്പായി പോവും. ഇനിയിപ്പോൾ നമ്മൾ സോയാബീനോട് ഇട്ടിട്ട് സോയാബീനിലേക്ക് മസാല എല്ലാം അബ്സോർബ് ആവുന്നവരെ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ കറി നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് എന്നാണെങ്കിലും അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പം നന്നായിട്ട് തിളച്ച് നല്ല ഗ്രേവിയെല്ലാം നല്ല കുറുകിയിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ എന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് ഒരു ക്രീമിനെസ് കിട്ടാൻ വേണ്ടി കുറച്ച് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഒന്നുമില്ല, കുറച്ച് ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം തിളയ്ക്കണം എന്നില്ല, എങ്കിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിക്കോട്ടെ. ഇനി ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില ഫ്രഷായിട്ട് അരിഞ്ഞത്
തൂവി കൊടുക്കുന്നുണ്ട്. അതോടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. മല്ലിയില ഉണ്ടെങ്കിൽ ചേർക്കാം, മല്ലിയില ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ മല്ലിയിലയ്ക്ക് പകരമായിട്ട് നമ്മൾ തുടക്കത്തിൽ വഴറ്റുന്ന സമയത്ത് കറിവേപ്പില ചേർത്താലും മതി. എനിക്കൊരു ലേശം ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ ഇച്ചിരി ഉപ്പോട് ചേർത്തിട്ടുണ്ട്. ഇതേ നമ്മുടെ കറിയെല്ലാം എണ്ണയെല്ലാം തെളിഞ്ഞ് പക്കയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ ചപ്പാത്തി ആയിരുന്നു കേട്ടോ, നല്ല സോഫ്റ്റ് ചപ്പാത്തിയുടെ കൂടെ ഈ കറി അടിപൊളിയായിരുന്നു. നല്ല മണവും നല്ല ഏലക്കായുടെയും കറുവപ്പട്ടയുടെ ഒക്കെ മണമുള്ള നല്ലൊരു മസാലക്കറിയാണ്. എന്നാൽ നമുക്ക് ഒട്ടും തന്നെ മസാലക്കുത്ത് വരത്തുമില്ല കേട്ടോ ഈ കറി കഴിക്കുമ്പോൾ. ഒട്ടും മസാലക്കുത്തില്ല. സാധാരണ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ മീറ്റ് അല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ, വെജിറ്റബിൾ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു മസാലക്കുത്ത് ഫീൽ ചെയ്യില്ലേ? ഇതങ്ങനെ ഒന്നുമില്ല. പിന്നെയും നിങ്ങൾക്ക് കഴിക്കുന്ന സമയത്ത് ഒന്നുകൂടെ ബാലൻസ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ലായിരുന്നു, മസാലയൊക്കെ കറക്റ്റായിരുന്നു. അപ്പോൾ ഞാനിതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കറി ഇനി റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാൻ. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഓരോ സോയാബീൻ്റെ ഗ്രാന്യൂൾസൊക്കെ നല്ല വീർത്ത് നല്ലതായിട്ട് ഈ ചാറൊക്കെ നന്നായിട്ട് സോക്ക് ചെയ്ത് നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. എളുപ്പമുള്ള റെസിപ്പി അല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സോയാബീൻ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് കൂടി ഇഷ്ടപ്പെടും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ പുട്ടിനും എല്ലാം അടിപൊളിയാണ് കേട്ടോ. ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ കറിയായിട്ട് ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറും കമൻസും എല്ലാം അറിയിച്ച് നമ്മളെ ഒന്നുകൂടെ പ്രോത്സാഹിപ്പിക്കുക. കണ്ടില്ലേ, നല്ലതായിട്ട് സോക്കായി നല്ല സോഫ്റ്റായിട്ടുണ്ട്. നല്ല ജ്യൂസിയാണ് കേട്ടോ ഈ കറിയിൽ കിടക്കുന്ന ഈ സോയാബീൻ്റെ ഓരോ കഷ്ണങ്ങളും നല്ല സോഫ്റ്റാണ്, നല്ല ജ്യൂസിയാണ്.